ഇന്ന് നമ്മുടെ സൂപ്പർ സ്റ്റാറിന്റെ പടത്തിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ധ്യാൻ ചേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ ധ്യാൻ ചേട്ടൻ ഈ പഞ്ചായത്തിലെ വലിയ ഗോളിയാണ്. ഇപ്പൊ പറഞ്ഞത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ്. വാണിംഗ് വാണിംഗ്. പിന്നെ ധ്യാൻ ചേട്ടന് അവിടെ ഒരു ക്രഷ് ഉണ്ട്. ധ്യാൻ ചേട്ടൻ ജോലി ചെയ്യാണ്ട് ഇങ്ങനെ നടന്നിട്ട് വീട്ടിൽ മൊത്തം ദാരിദ്ര്യ. അപ്പൊ ധ്യാൻ ചേട്ടന്റെ അമ്മ ഇനി ജോലി ചെയ്താലും ഞാൻ നിനക്ക് ഭക്ഷണം തരുള്ളൂ എന്ന് പറയും. ഇത് കേൾക്കുമ്പോ നമ്മുടെ ധ്യാൻ ചേട്ടന് ടെൻഷനാവും. സത്യം പറഞ്ഞ വിഷമം കൊണ്ട് ചത്താലോന്ന് വരെ തീരുമാനിച്ചതാ. അയ്യോ, എന്നിട്ട് എന്ത് പറ്റി? മരിച്ച പോസ്റ്റ്മോർട്ടം ചെയ്യലൊന്ന് പേടിച്ചിട്ടാ. ധ്യാൻ ചേട്ടന്റെ അപ്പം പോലീസാ. ആള് സർവീസിൽ വെച്ച് മരിച്ചു. അപ്പൊ ആ ജോലി നമ്മുടെ ധ്യാൻ ചേട്ടന് കിട്ടും. അപ്പൊ ആ ജോലിക്ക് പോവാൻ ധ്യാൻ ചേട്ടന്റെ അമ്മ പറയും. അങ്ങനെ നമ്മുടെ ധ്യാൻ ചേട്ടൻ പോലീസാവും. കണ്ണൂരിലാണ് ജോലി കിട്ടുക നമ്മുടെ ധ്യാൻ ചേട്ടന്. ധ്യാൻ ചേട്ടൻ കണ്ണൂര്. ആ അന്തസ്. കണ്ണൂര് 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 ബോംബ് ഫേമസ് രാഘവ. ധ്യാൻ ചേട്ടൻ്റെ ഡ്യൂട്ടി എന്നിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സുരാജ് ചേട്ടന് പ്രൊട്ടക്ഷൻ കൊടുക്കാം. മൂപ്പര് അവിടുത്തെ പാർട്ടിക്കാരനാണ്. മൂപ്പർക്ക് വധഭീഷണി ഉണ്ട്. പോലീസായതിനു ശേഷം നമ്മുടെ ധ്യാൻ ചേട്ടന് ഒടുക്കത്തെ ബുദ്ധിയാണ് ഗൈസ്. ഒരു ദിവസം സുരാജ് ചേട്ടൻ്റെ കൂടെ ഒരു കല്യാണത്തിന് പോകുമ്പോൾ അവിടുത്തെ ഫുഡ് പോയ്സൺ ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ധ്യാൻ ചേട്ടൻ ആ ഫുഡ് കഴിച്ചു നോക്കാനായിട്ട് പോകും. നല്ല ബുദ്ധിയാന്നല്ല സാറേ. നിങ്ങൾ ടെസ്റ്റ് ചെയ്താൽ നിങ്ങൾ ചത്തുപോയില്ലേ ഇതിൽ വിഷം ഉണ്ടെങ്കിൽ? ഒരു കയ്യബദ്ധം നാറ്റുകരുത്. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. പക്ഷെ സുരാജ് ചേട്ടന് നമ്മുടെ ധ്യാൻ ചേട്ടനെ ഭയങ്കര വിശ്വാസമാണ് ഗൈസ്. കുറച്ചു കാലം ഒരു അവയവം പോലെ കൊണ്ടുകിടന്ന കൂട്ടാണ്. താനും ഉഷാറായതിനു ശേഷം ഇപ്പൊ ഇത് എടുക്കാറില്ല. ഒരു ദിവസം സുരാജ് ചേട്ടൻ കോടതി പോകുമ്പോൾ നമ്മുടെ ധ്യാൻ ചേട്ടൻ പ്രൊട്ടക്ഷനായിട്ട് പോവും. ധ്യാൻ ചേട്ടൻ 12 മണിയായ കാരണം ഞാൻ ഫുഡ് കഴിച്ചിട്ട് വരാം സാറ് പൊക്കോളാൻ പറഞ്ഞിട്ട് സുരാജ് ചേട്ടനോട് പൊക്കോളാൻ പറയും. ധ്യാൻ ചേട്ടൻ എന്നിട്ട് ഫുഡ് കഴിക്കാനായിട്ട് ക്യാൻറ്റീനിൽ പോണ സമയത്ത് അവിടെ ഒരു ബോംബ് പൊട്ടും. 2 ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. താനങ്ങ് ഉഷാറായതിനു ശേഷം ഇപ്പൊ ഇത് എടുക്കാറില്ല. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? കൊണ്ടുപോയി ഉപ്പിലിട്ട് വെക്കുക. ധ്യാൻ ചേട്ടൻ ഓപ്പൺ ഹൈമറായ കാരണം ആ ബോംബ് പൊട്ടിച്ചത് ധ്യാൻ ചേട്ടനാണോ എന്ന് പാർട്ടിക്കാർക്ക് സംശയമുണ്ട്. അപ്പം ആ പാർട്ടിക്കാർ നമ്മുടെ ധ്യാൻ ചേട്ടനെ വെട്ടാനായിട്ട് ആളെ വിടും. അവൻ വീണ്ടും വന്നു. ആൾക്കാരുടെ ഇടി സഹിക്കാൻ പറ്റാണ്ട് നമ്മുടെ ധ്യാൻ ചേട്ടൻ സുരാജ് ചേട്ടനുള്ള ഹോസ്പിറ്റലിലേക്ക് പോവും. ഓടുമ്പോ ഒരു വാക്ക് വന്നിട്ട് ഓടണ്ടേ? ആടെ CCTV ഉണ്ടായിരുന്നു. എവിടെ? എല്ലാം പോയില്ലേ? നമ്മൾ പെട്ട് ഹോസ്പിറ്റലിൽ വെച്ച് ഓടി കാരണം ധ്യാൻ ചേട്ടനെ എന്നെ ബോംബ് വെച്ച് ടെൻഷൻ അടിച്ചിട്ട് പാർട്ടിക്കാർ ധ്യാൻ ചേട്ടന്റെ അടുത്തേക്ക് വീണ്ടും വരും. ഇനിയും തല്ലാൻ കൊണ്ടുപോകുന്നെങ്കിൽ ഒറ്റ അടിക്കാൻ തീർത്തേക്കണം. ഇല്ലെങ്കിൽ എല്ലാരും കൂടെ എടുത്തിട്ട് ഇടിച്ച് എനിക്ക് ഇങ്ങനെയാണെന്ന് നിറയിക്കാൻ വയ്യ. പിന്നെ നമ്മുടെ സുരാജ് ചേട്ടന് ബോധം വരും. സുരാജ് ചേട്ടന് ബോധം വരുമ്പോൾ ധ്യാൻ ചേട്ടന്റെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യും. എന്നിട്ട് ധ്യാൻ ചേട്ടനല്ല ചെയ്തതെന്ന് പറയും. പിന്നെ ധ്യാൻ ചേട്ടൻ വീണ്ടും ഡ്യൂട്ടിയിൽ കയറിയിട്ട് വീണ്ടും നമ്മുടെ സുരാജ് ചേട്ടന് പ്രൊട്ടക്ഷൻ കൊടുക്കാനായിട്ട് പോവും. ആർക്കും തോൽക്കാതെ പായും സൂര്യനെ, സത്യം കാത്തിടാൻ കാവൽ കാപ്പവനെ. പിന്നെ ഒരു ദിവസം ധ്യാൻ ചേട്ടൻ സുരാജ് ചേട്ടന് ഉത്സവത്തിന് പോകുമ്പോൾ പ്രൊട്ടക്ഷൻ കൊടുക്കാനായിട്ട് പോവും. എന്നിട്ട് തിരിച്ചു വരുമ്പോൾ കുറച്ച് ആൾക്കാർ നമ്മുടെ സുരാജ് ചേട്ടനെ കൊല്ലാൻ വേണ്ടിയിട്ട് വരും. അപ്പം നമ്മുടെ ധ്യാൻ ചേട്ടൻ അവന്മാരെയൊക്കെ ഇടിക്കാനായിട്ട് പോവും. ഇതല്ല പഞ്ചായത്ത് പട്ടികൾക്ക് എല്ലാം കഷണം കിട്ടിയമാര് ഒരുമിച്ചല്ല കടിച്ചു പറിക്കണത്. നാണമില്ലടാ നിനക്കൊക്കെ. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോലീസുകാർ വരും. എന്നിട്ട് നമ്മുടെ സുരാജ് ചേട്ടനെയും ധ്യാൻ ചേട്ടനെയും പോലീസുകാർ രക്ഷിക്കും. പിന്നെ സുരാജ് ചേട്ടൻ ധ്യാൻ ചേട്ടനോട് പറയാ, ബോംബ് പൊട്ടിച്ചതൊക്കെ എൻ്റെ ഐഡിയ ആണ്, എനിക്ക് ഇലക്ഷനിലേക്ക് ജയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്ത പരിപാടികളാണെന്ന് പറയും. എന്തായിരുന്നു എൻ്റെ വേഷത്തിന്റെ പേര്? കോമാളി, വിദൂഷകൻ, അല്ലെങ്കിൽ വെറും തമ്മി? അങ്ങനെ പടം കഴിഞ്ഞു. ഇതിലും ഭേദം ധ്യാൻ ചേട്ടൻ ആ ഗോൾ കീപ്പർ എന്തായിരുന്നു കേട്ടാ.